അങ്ങനെയാണ് ഭക്ഷണം. അങ്ങനെ കുറേ കഴിക്കരുത്, കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ട് ആ പൂതി തീരാതെ എഴുന്നേൽക്കണമെന്ന്. മറ്റേതങ്ങ് മടുത്തങ്ങ് വേപ്പൊക്കെ ഇട്ടിട്ടങ്ങ് എണീറ്റ് വന്ന ആ ഭക്ഷണത്തിന്റെ രുചി തന്നെ അങ്ങ് മറന്നുപോകും ആ സെക്കൻഡിൽ തന്നെ. അത് ആ രുചി അങ്ങ് തീർന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് നിർത്തണം. അങ്ങനെയാണ്. പണ്ടൊക്കെ അമ്മായിമാര് തീറ്റയ്ക്ക് തന്നെ, കണ്ണൂരത്തെ പുതിയ പിള്ളേർ പറയും വേണ്ട, തീറ്റയ്ക്ക് തന്നെ ടയറൊക്കെ 4 5 ടയറൊക്കെ ഇട്ടുകൊടുത്ത് എന്ത് ചെയ്യും? പിന്നെ എണീറ്റ് നടക്കാൻ പറ്റുമോ? സ്നേഹം കൂടുതലാ. പക്ഷെ അത് ശരിക്കും നശിപ്പിക്കലാണ്, ശരീരം നശിപ്പിക്കലാണിത്. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇട്ടുകൊടുക്കുക, ചോറൊക്കെ കണ്ട് കൊട്ടി കൊടുക്കുക ചെയ്യുക. അപ്പോഴേ അമ്മായിമാർക്കൊരു സന്തോഷമാവുള്ളൂ. എൻ്റെ മരുവൻ തിന്നിട്ടില്ലല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ ഈ ചോറ് മുഴുവൻ കുത്തി നിറച്ചു കൊടുത്താൽ എന്താ അവസ്ഥ എന്നറിയോ? ഒന്ന് ദഹനം നടക്കൂല, കൊളസ്ട്രോൾ വരും, ഹൈ പ്രഷർ വരും, ഷുഗർ വരും, എന്തൊക്കെ അസുഖങ്ങൾ വരും. മാന്യമായിട്ട് കുറച്ചേ കഴിക്കുക, ഇഷ്ടമുള്ളത് എടുത്ത് കഴിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയും ഉമ്മാക്ക് അത് ഇഷ്ടമല്ല, ഉമ്മാൻ്റെ രീതി അല്ല, വാപ്പാൻ്റെ രീതി അതല്ല, അതങ്ങ് ഇട്ടുകൊടുത്ത് തീറ്റിപ്പിക്കില്ല. ഉണ്ടാക്കി വെച്ചത് മുഴുവൻ കഴിപ്പിച്ചാലേ സന്തോഷമാവുള്ളൂ. അങ്ങനെയൊന്നും ഇനി ചെയ്യേണ്ട ആവശ്യം. അന്ന് പട്ടിണി കിടക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പട്ടിണിയാണ്. അപ്പോൾ മര്യാദക്ക് ഭക്ഷണം കിട്ടൂല. അപ്പോൾ അമ്മായിമാരുടെ അടുത്തൊക്കെ ഭക്ഷണം കിട്ടും, അതങ്ങ് നന്നായി വയറ് നിറച്ച് തിന്നോട്ടെ. പിന്നെ പട്ടിണി. ഇന്ന് അങ്ങനെയാണോ? പണ്ട് പട്ടിണി കാലത്ത് പ്രസവിച്ച പെണ്ണിന് തേനും നെയ്യും ആട്ടർച്ചൊക്കെ കൊടുത്തിരുന്നു. ഇന്ന് ഡെയിലി ബിരിയാണി നിന്ന പെണ്ണിന് എന്തിനാ അത് കൊടുത്ത ആ ശരീരം കേടെടുത്തുന്നത്? ഗർഭൊരു അസുഖമൊന്നല്ലല്ലോ, അത് അസുഖമല്ലല്ലോ. പണ്ട് പട്ടിണിയുള്ള വറുതിയുടെ കാലത്ത് അന്ന് നെയ്യും മെഴുക്കൊക്കെ കൊടുത്തിരുന്നു തടി ഉഷാറാക്കാൻ. ഇന്ന് നല്ല ഭക്ഷണമല്ലേ ഡെയിലി കഴിക്കണത്? എന്തിനാ പെണ്ണിന്റെ ആർട്ടറിയും അതിന്റെ ഹാർട്ടൊക്കെ ബ്ലോക്ക് ആക്കണ വല്ല കാര്യമുണ്ടോ? ഈ ഭക്ഷണം കുത്തി നിറച്ച് കൊടുത്തിട്ട് ഫാറ്റ് കഴിച്ചിട്ട് നെയ്യും അതും കൊടുത്തിട്ട് ഒരാവശ്യമല്ല. അത്യാവശ്യമായ ന്യൂട്രീഷൻ അവർക്ക് കിട്ടണം, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ പണ്ട് കൊടുത്തിരുന്ന പരിപാടി ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒക്കെ നിർത്തിയൊക്കെ മാറ്റാൻ സമയമായി. ആ വറുതിയുടെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? അള്ളാഹു വലിയ നിഅമത്തിലേക്ക് നമ്മൾ എത്തിച്ചില്ലയോ? അത് അപ്പോൾ പറഞ്ഞു വന്നത്